അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഫുഡ് ഹബിൽ ഒരുപാട് കാലമായി റെസിപ്പീസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഏതായാലും ഇന്നൊരു ഫിഷ് റെസിപ്പി ആയിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒരു അയല നിറച്ച് എന്നൊരു കിഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും വൈകാതെ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അയല നിറച്ചതാണല്ലോ, അപ്പോൾ അയല ഞാൻ നേരത്തെ തന്നെ ഇതാ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മാരിനേറ്റ് ചെയ്തെടുക്കാനുള്ളൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫിഷിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഫിഷിലങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാനുണ്ട്. ഫില്ല് ചെയ്യാനുള്ള സ്റ്റഫ് ചെയ്തൊരു മസാല ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കിയെടുക്കുന്ന സമയം വരെ നമുക്കിതിനൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടി വരുന്ന സമയത്ത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി, അതേപോലെ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിതൊരു മീഡിയം സൈസ് വലിയ ഉള്ളി ഇതേ രീതിയിൽ അരിഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ ഒരല്പം കറിവേപ്പില ചെറുതായി അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി, അതേപോലെ ചെറിയ ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ഇട്ടെടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ മസാലയ്ക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ അയലയുടെ മാംസഭാഗം ഉണ്ടല്ലോ, മുള്ളു മാറ്റിയിട്ടുള്ള ഭാഗം, അപ്പോൾ അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഫിഷാണ് അതും എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് അല്പം ചെറുനാരങ്ങ നീര്, അതേപോലെ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഫിഷിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ തന്നെ മുള്ളൊന്നും ഇല്ലാത്തതല്ലേ, പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഏകദേശം 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തപ്പോൾ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഒരല്പം തേങ്ങയാണ്, അത് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ തേങ്ങ കുക്കാണെന്നുള്ളവർക്ക് തേങ്ങ അത്യാവശ്യം 2 മിനിറ്റ് ഒന്ന് കുക്കായി കിട്ടിയതിന് ശേഷം അങ്ങനെ ഓഫ് ചെയ്തെടുത്തതിന് ശേഷം മസാല ആക്കി റെഡിയാക്കാം. അപ്പോൾ ഏതായാലും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷിനുള്ളിലേക്ക് അങ്ങ് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അധികം കുത്തി നിറച്ച് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ആവശ്യത്തിന്. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അഥവാ തിരിച്ചിടുന്ന സമയത്ത് ഒന്നിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് പുറത്തു വരുന്ന രീതിയിൽ ചെയ്യരുത്. അതൊന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിറച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മസാല സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ആക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അതിലേക്ക് കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, അതേപോലെ ചെറുതായി അരിഞ്ഞ വലിയുള്ളി ചേർത്ത് കൊടുക്കാം, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഏകദേശം ആയിന്ന് കാണുമ്പോൾ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. ഉള്ളിലുള്ള മസാലയൊക്കെ പോരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തേങ്ങാപ്പാലിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒരു അപാരമാണ് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മുടെ ഫിഷിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അയല നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ മുരിഞ്ഞ ഉള്ളിയൊക്കെ അങ്ങ് മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിലും തേങ്ങാപ്പാലിലൊക്കെ ഉണ്ടാക്കിയ അയല അടിപൊളിയാണ്. വീട്ടിൽ വേറെ ഏതെങ്കിലും ഫിഷ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ മറ്റൊരു റെസിപ്പിയുമായി ഷറാസ് ഫുഡ് ഹബിൽ വീണ്ടും കാണാം. താങ്ക് യു.